അവള് ഔട്ട് ഹൗസിലാണോ? ആ, ഇപ്പൊ അടുക്കളയിലുണ്ട്. അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നതാ. അവളെ ഇങ്ങ് വരാൻ പറയ്. ഞാൻ വിളിക്കുന്നു പറ. ശരി. ഇനിയുള്ള കാലം വീട്ടിൽ പോയി നന്നായി റെസ്റ്റ് എടുക്ക്. അയ്യോ, എന്റെ മോളിപ്പോ പഠിച്ചോണ്ടിരിക്കുക. അവളുടെ പഠിത്തം തീരുന്നത് വരെ എനിക്ക് ജോലി ചെയ്തേ പറ്റൂ മാഡം. അങ്ങനെ നിങ്ങളുടെ മോളുടെ പഠിത്തവും ജോലിയും കല്യാണവും കഴിയുന്നവരൊന്നും നിങ്ങളിവിടെ ജോലിക്ക് നിർത്താൻ പറ്റില്ല. നിങ്ങളുടെ സേവനം ഇന്നും കൂടെ മതി. ഇവർക്ക് ഈ മാസത്തെ ശമ്പളം കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അയ്യോ, എന്നെ പറഞ്ഞു വിടരുത്. ഈ ജോലി ഇല്ലെങ്കിൽ കുടുംബം വഴിയാധാരാവും. കുട്ടികളുടെ അച്ഛൻ മരിച്ച ശേഷം ഈ വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മോനും നല്ലൊരു ജോലി ശരിയായിട്ടില്ല മാഡം. നിങ്ങളുടെ കുടുംബകാര്യൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. ഇനി മുതൽ നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല. ദയവേത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം മാഡം. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞാ ഞാനത് തിരുത്തി മുന്നോട്ട് പോകോളാം. എന്റെ ജോലി കളയരുത് മാഡം. അങ്ങനെ പറയാൻ മാത്രം നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ എനിക്കെന്തോ നിങ്ങൾ അങ്ങ് ഇഷ്ടമല്ല. ഈ ചിലരെ കാണുമ്പോ തന്നെ നമുക്ക് ഇഷ്ടാവില്ലല്ലോ, അതുപോലെ നിങ്ങളെ ഇവിടെന്ന് ഞാൻ പറഞ്ഞയക്കുന്നേ ഉള്ളൂ. വേറെ എവിടെങ്കിലും പോയി ജോലി ചെയ്യാലോ. മാഡത്തിന് എന്റെ അവസ്ഥ അറിയാഞ്ഞിട്ടാ. നിങ്ങളുടെ അവസ്ഥ കേൾക്കാൻ പറ്റിയ മൂഡിലല്ല ഞാനിപ്പോ. നാളെ മുതൽ നിങ്ങൾ ഇവിടെ ജോലിക്ക് വരണ്ട എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. അയ്യോ, നീ ഇവരെ വിളിച്ചോണ്ട് പോ. വരൂ. വേണ്ട സൂസൻ, ഞാൻ അങ്ങോട്ട് വരാം. ഇതാ എത്തി. താനിതെവിടേക്ക്? സൂസൻ വിളിച്ചിരുന്നു. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ഓട്ടോപ്സി റിപ്പോർട്ട് സൂസൻ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ റിപ്പോർട്ടും ഫിംഗർ പ്രിന്റ് റിപ്പോർട്ടും എല്ലാം വെച്ച് അന്വേഷിച്ചാൽ നമുക്ക് സത്യം കണ്ടുപിടിക്കാൻ പറ്റും. താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഇതെല്ലാം നമുക്ക് അനുകൂലമാവുമല്ലോ അല്ലേ? പിന്നല്ലാതെ, അതിനല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് അനുകൂല. ഇനി സാക്ഷികളുടെ അനുകൂലമായ എല്ലാം നമ്മൾ കരുതുന്ന പോലെ തന്നെ വരും. ദാസേട്ടൻ നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാനും പിന്നെ എളുപ്പാ. ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കുറ്റവാളികള് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നരേന്ദ്രനാണെങ്കിൽ, നരേന്ദ്രൻ വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞാ താൻ എന്ത് ചെയ്യും? തന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അവിടെ ഒരു ബന്ധവും ഞാൻ നോക്കില്ല. നിരപരാധിയായ ദാസേട്ടനെ രക്ഷിച്ചെടുക്കുന്ന പോലെ തന്നെ അപരാധികളെ വെറുതെ വിടുകയില്ല. ഉറപ്പാ. എന്തായി? ഞാൻ പറഞ്ഞ അന്വേഷിച്ചോ? ഏറെക്കുറെ. നിന്റെ ഭീഷണിയിലൊന്നും ആ സൂസൻ വീഴുന്ന ലക്ഷണമില്ല. അവൾ ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. സാധാരണ ഒരു ഫോറൻസിക് ലാബിലെ സാധാരണ ഒരു കേസ് പോലെയല്ല അവളിത് ഹാൻഡിൽ ചെയ്യുന്നത്. A to Z കാര്യങ്ങൾ അവളിപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും വിധത്തില് എന്റെ മുന്നിൽ വന്ന് നിൽക്കുമോ? അത് പറ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ആ കൊല്ലാൻ ഉപയോഗിച്ച ഫോസ്ഫറസ് ഉപയോഗിച്ചിട്ട്
ബാക്കി സാധനം എവിടെയാ കൊണ്ടുപോയി കളഞ്ഞേ? അത് വേറെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ പൂജാമുറി തന്നെ വെച്ചു. ആരെങ്കിലും കണ്ട വല്ല ഭസ്മമാണെന്ന് കരുതി അവിടെ ഇട്ട് പൊക്കോളൂന്ന് കരുതി. എന്നാ നീ ഉദ്ദേശിച്ച പോലെ അല്ല, അത് മറ്റാർക്കോ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. ആ ഫോസ്ഫറസ് വെച്ചാ സൂസൻ തെളിവുകൾ കണ്ടുപിടിക്കുന്നത്. എന്നാലും അതെങ്ങനെയാ മഹിയുടെ കയ്യിൽ കിട്ടിയെന്നാ മനസ്സിലാവാത്തെ? മഹിക്ക് ഈ കൊട്ടാരവും നീയും തമ്മിലുള്ള ബന്ധമൊക്കെ അറിയോ? ഇല്ല, അവനെ ആ നാട്ടിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ചതാവും. എന്തായാലും നീ നല്ലപോലെ ഒന്ന് സൂക്ഷിക്ക്. സൂസൻ ഫിംഗർ പ്രിന്റ് എടുത്ത് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ നീയാണെന്ന് തെളിയിച്ച നിന്റെ കാര്യം പോക്ക. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാനിപ്പോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നീ ആലോചിച്ച് എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ പോട്ടെ, ഡ്യൂട്ടി കയറാൻ സമയമായി. ഇതാവും നിന്നെ. ഇത് വെച്ചോ. എന്നിട്ട് ആ സൂസൻ എന്ന് പറയുന്നവളെ ഒന്നുകൂടെ വാച്ച്. അവളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. ഞാൻ നിന്നെ വിളിക്കാം. മാഡം, അവിടെ വച്ചേക്ക്. ചന്ദ്രലേഖ, ചിന്നുന്റെ അമ്മയില്ലേ സീത, അവള് ഔട്ട് ഹൗസിലാണോ? ഇപ്പൊ അടുക്കളയിലുണ്ട്. അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നതാ. അവളെ ഇങ്ങ് വരാൻ പറയേ. ഞാൻ വിളിക്കുന്നു പറ. ശരി. സീതേ, നീ ഇങ്ങോട്ട് മാറിയേ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ജോലിയൊന്നും ചെയ്യണ്ടെന്ന്. ഒന്നാമത് നിനക്ക് സുഖമില്ലാത്തതാ. വെറുതെ ഓരോരോ ജോലികൾ ചെയ്ത് നിനക്ക് വയ്യായിക ആയ ആ കുട്ടി കിടന്ന് ഓടണം. പിന്നെ നിന്നെ മാഡം വിളിക്കുന്നുണ്ട്. അസുഖം എങ്ങനെയുണ്ടെന്ന് അറിയാനായിരിക്കും. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ.